നമസ്തേ രാധേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ രാധാറാണീൻ്റെ കഥയാണ് കേട്ടോ. രാധാറാണി ആരാന്ന് വെച്ചാൽ രാധാറാണി ഭയങ്കര കരുണയുള്ള ഒരാളാണ്. ഭയങ്കര കരുണയാണ്. ആര് രാധാറാണീനെ പ്രാർത്ഥിച്ചാലും രാധാറാണി അവരെ വെള്ളി കേട്ടിരിക്കും. നമ്മുടെ കണ്ണന് അറിയാമല്ലോ, നമ്മുടെ കണ്ണിൻ്റെ സ്വഭാവം അറിയാമല്ലോ, കുറച്ച് കുറുമ്പനാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളി കേൾക്കാനൊക്കെ ഒന്ന് താമസിക്കും. കുറച്ച് നമ്മളെ കൊണ്ടൊന്ന് വളച്ച് കറക്കി കഴിഞ്ഞിട്ടേ മൂപ്പര് നമ്മുടെ വിളി കേൾക്കുള്ളൂ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുള്ളൂ. പക്ഷെ രാധാറാണി എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്നേഹമാണ് രാധാറാണി, മുഴുവൻ സ്നേഹമാണ്, കരുണയാണ്, വാത്സല്യമാണ്. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ പെട്ടെന്ന് എത്തും. പക്ഷെ അച്ഛന്മാർ പറയുന്നത് കുറച്ചൊരു സീരിയസ് ആയിട്ടൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അതുപോലെ തന്നെയാണ് അത്. കണ്ണനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് വരാമെന്ന് പറയും. പക്ഷേ രാധാറാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെ എത്തിയിരിക്കും. അങ്ങനെയാണ് രാധാറാണി. രാധാറാണീൻ്റെ ജനനം എങ്ങനെയായിരുന്നു വെച്ചാൽ, പണ്ട് നമ്മുടെ വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം എടുത്ത സമയത്ത് എല്ലാ ദേവന്മാരും അസുരന്മാരും ഒക്കെ മോഹിനി രൂപത്തിനെ കണ്ടിട്ട് അവർക്ക് ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഭാര്യനെ കിട്ടാൻ, മോഹിനിയുടെ ഭാര്യയെ കിട്ടണം എന്നൊക്കെ ഉള്ള ആഗ്രഹമായിരുന്നു. അവർക്കൊക്കെ കാമം നിറഞ്ഞൊരു കണ്ണോട് കൂടിയിട്ടാണ് അവർ മോഹിനിനെ കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സൂര്യഭഗവാന് മോഹിനിനെ കണ്ടപ്പോൾ തോന്നിയത് വാത്സല്യമായിരുന്നു, ഒരു മകളോടുള്ള സ്നേഹമായിരുന്നു തോന്നിയത്. എനിക്ക് ഇവളെ മകളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് വിചാരിച്ചത്. ഇത് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ സൂര്യഭഗവാനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിനക്ക് എന്നോട് തോന്നിയത് വാത്സല്യമാണ്, ഒരു അച്ഛന് മകളോട് തോന്നേണ്ട സ്നേഹമാണ് തോന്നിയത്. അതുകൊണ്ട് ദ്വാപര യുഗത്തിൽ കൃഷ്ണാവതാരം എടുക്കുന്ന സമയത്ത് ഞാൻ മോഹിനി രാധാറാണിയായിട്ട് നിൻ്റെ മകളായിട്ട് ജനിച്ചിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു സൂര്യഭഗവാനെ. അങ്ങനെയാണ് ദ്വാപരയുഗത്തിൽ കൃഷ്ണനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രാധാറാണി ജനിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ വൃഷഭാനു, ഈ സൂര്യഭഗവാൻ ജന്മെടുത്തതാണ് വൃഷഭാനുവായിട്ട്. വൃഷഭാനുൻ്റെ ഭാര്യയായിരുന്നു കീർത്തി ദേവി. അപ്പോൾ ഒരിക്കൽ വൃഷഭാനു യമുന നദിയിൽ കുളിക്കാൻ പോയ സമയത്താണ് അവിടെ വെച്ചിട്ട് ഒരു വലിയൊരു താമര കണ്ടു ആ നദിയിൽ. അതിൽ നല്ല തേജസ്സുള്ളൊരു കുട്ടീനെ കണ്ടു. അതായിരുന്നു രാധാറാണി. വൃഷഭാനുവിനും കീർത്തി ദേവിക്കാണെങ്കിൽ മക്കളുണ്ടായിരുന്നില്ല. അവരാറ് വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടപ്പോൾ വൃഷഭാനുവിനും കീർത്തി ദേവിക്ക് ഭയങ്കര സന്തോഷമായി. അവരാ കുട്ടീനെ എടുത്തിട്ട് രാധ എന്ന പേരിട്ട്. പക്ഷേ രാധാറാണിക്കാണെങ്കിൽ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. രാധാറാണി 1 വർഷം കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ ജനിക്കുന്നതും. നന്ദഗോപർ വലിയ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നന്ദഗോപർ തൻ്റെ കൂട്ടുകാരനായ വൃഷഭാനുവിനെയും കീർത്തിദേവിനെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് രാധാറാണീനായിട്ട് കണ്ണൻ്റെ അടുത്തോട്ട് വന്നപ്പോഴാണ് അന്ന് ആദ്യമായിട്ട് രാധാറാണി കണ്ണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ രാധാറാണി കണ്ണ് തുറന്നത്, 1 വർഷം കാത്തിരുന്നിട്ട് കണ്ണ് തുറന്നത് കണ്ണനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് കളിച്ച് വളർന്നു, അങ്ങനെ ജീവിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ രാസക്രീഡയും എല്ലാമായിട്ട് ഗോപികമാരുടെ കൂടെയൊക്കെ രാസക്രീഡയും ചെയ്തിട്ട് ഇവരെല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു ജീവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് കാണാം, കാരണം കണ്ണന് കുറേ ഗോപികമാരുണ്ടായിരുന്നു, കണ്ണനെ ഭയങ്കര ഇഷ്ടമുള്ള ഗോപികമാർ. പക്ഷെ അവിടെ ഒന്നും രാധാറാണിക്ക് ഒരു അസൂയ കുശുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൻ എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വയ്ക്കുന്ന സ്വഭാവമൊന്നും രാധാറാണിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരുമായിട്ടും നല്ല സ്നേഹം തന്നെയായിരുന്നു. എല്ലാവർക്കും കണ്ണനോട് നല്ല ഇഷ്ടമായിരുന്നു. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ രാധാറാണിക്ക് അറിയാം, രാധാറാണി എന്ന് പറയുന്നത് കണ്ണൻ തന്നെയാണ്, മോഹിനീൻ്റെ അവതാരം തന്നെയാണ്. കണ്ണനിൽ നിന്നുണ്ടായിട്ടുള്ളത് തന്നെയാണ് രാധാറാണി. അപ്പോൾ രാധാറാണിക്ക് അറിയാം ഈ ഗോപികമാർക്ക് കണ്ണനോടുള്ള സ്നേഹം എന്ത് സ്നേഹമാണെന്ന്. കാരണം അതൊരു പ്രേമമോ കാമമോ ഒന്നുമല്ല, ഒരു പരമാത്മാവിനോട് ജീവാത്മാക്കൾക്ക് ഉണ്ടാവുന്ന ഒരു സ്നേഹമാണെന്ന് രാധാറാണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രാധാറാണിക്ക് അതിലൊരു അസൂയോ കുശുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു രാധാറാണി. പിന്നെ എപ്പോഴും ഗോപികമാരുടെ കൂടെ തന്നെയായിരുന്നു രാധാറാണി ഉണ്ടായിരുന്നത്. അവരുടെ കൂടെ എല്ലാത്തിനും അവരുടെ സെറ്റായിരുന്നു. കണ്ണനായിട്ട് കളിയാക്കാനും കണ്ണനായിട്ട് കളിപ്പിക്കാനൊക്കെ അവരുടെ സെറ്റായിട്ട് നടക്കിയിരുന്നു. അങ്ങനെയായിരുന്നു രാധാറാണി ഉണ്ടായിരുന്നത്.
പിന്നെ കണ്ണന് മധുരയ്ക്ക് പോകേണ്ട സമയമായപ്പോൾ കണ്ണൻ പോകുന്ന സമയത്ത് എല്ലാ ഗോപികമാരും കരഞ്ഞിരുന്നു. പക്ഷെ രാധാറാണി കരഞ്ഞില്ല. കാരണം കണ്ണന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രാധാറാണി, ഒരിക്കലും കരയില്ല എന്നുള്ളത്. കണ്ണൻ ഒരു വാക്ക് മേടിച്ചതായിരുന്നു രാധാറാണിൻ്റെ. ഞാൻ പോയി കഴിഞ്ഞാലും നിൻ്റെ ഒരു കണ്ണീർ പോലും വീഴരുത് എന്നുള്ളത്. അതുകൊണ്ട് രാധാറാണി കരഞ്ഞിരുന്നില്ല. കണ്ണൻ പോയി കഴിഞ്ഞതിന് ശേഷം രാധാറാണി കണ്ണൻ്റെ ഓർമ്മകളിൽ തന്നെ അവിടെ ജീവിച്ചു പോന്നു. കണ്ണനാണെങ്കിൽ അവിടെ പോയിട്ട് കാരണം രാധാറാണിക്ക് അറിയാം കണ്ണൻ്റെ ജന്മോദ്ദേശം എന്താണെന്ന് അറിയാം. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, കുറേ അധർമ്മത്തിനെതിരെ പ്രതികരിക്കേണ്ട ഒരാളാണ്. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരു ജന്മമാണ് കൃഷ്ണൻ്റെ ജന്മം എന്ന് രാധാറാണിക്ക് അറിയാം. അല്ലാണ്ട് ഇവിടെ പിടിച്ചു വെച്ചിട്ട് വൃന്ദാവനത്തിൽ പിടിച്ചു വെച്ചിട്ട് രാധാറാണീൻ്റെ ഭർത്താവായിട്ട് നിൽക്കേണ്ട ഒരാളല്ല. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, രാജാവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാധാറാണി അതിനൊക്കെ സമ്മതിച്ചത്. രാധാറാണിക്ക് വിഷമമുണ്ടെങ്കിൽ പോലും രാധാറാണി അതിനൊക്കെ സമ്മതിച്ചു. ഒരു വിഷമം പുറത്ത് കാണിച്ചില്ല, കണ്ണൻ്റെ മുമ്പിൽ കാണിച്ചില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ടായിരുന്നു. കണ്ണൻ പോയി കഴിഞ്ഞതിന് ശേഷം അവർ രാസക്രീഡ ചെയ്തിരുന്ന സ്ഥലങ്ങളും കണ്ണൻ നടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ രാധാറാണി ഇങ്ങനെ അവിടെയൊക്കെ പോരുന്ന കണ്ണനെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു രാധാറാണി അവിടെ കഴിഞ്ഞു കൂട്ടിയത്. പിന്നെ രാധാറാണീൻ്റെ അവസാന കാലത്തും രാധാറാണി കണ്ണൻ്റെ മടിയിൽ തലവെച്ചിട്ടാണ് ആ ശരീരം വിട്ടു പോകുന്നത്. അന്നായിരുന്നു കണ്ണൻ രാധാറാണിക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് ഓടക്കുഴൽ വായിച്ചത്. അതിനുശേഷം രാധാറാണി ആ ശരീരം വിട്ടു പോയതിന് ശേഷം കണ്ണൻ പിന്നെ ഒരിക്കലും ഓടക്കുഴൽ വായിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു അവരുടെ അത്രയും സ്നേഹമുള്ളൊരു ബന്ധമായിരുന്നത്. ഇവിടെ കണ്ണന് നമ്മൾക്ക് ഇപ്പോഴും വൃന്ദാവനത്തിലെ നിധിവൻ എന്ന് പറഞ്ഞൊരു വനമുണ്ട്. അവിടെ ഇപ്പോഴും കൃഷ്ണനും രാധയും ഗോപികമാരും കൂടിയിട്ട് രാസക്രീഡ നടത്തുന്നു എന്നൊരു വിശ്വാസമുണ്ട് അവിടെയുള്ള എല്ലാവർക്കും. ആ നിധിവനത്തിൽ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പൂജയ്ക്ക് സന്ധ്യ കഴിഞ്ഞുള്ള പൂജയ്ക്ക് ശേഷം പിന്നെ ഒരിക്കലും അവിടെ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. അവിടെ അടച്ചിടും, ആരും അകത്ത് കടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ നിധിവനത്തിലുള്ള എല്ലാ മരങ്ങളും 5000 വർഷത്തോളം പഴക്കമുള്ള മരങ്ങളാണ്. അതൊക്കെ എന്ന് പറയുന്നത് ഈ ഗോപികമാരാണ് ഈ മരങ്ങളായിട്ട് നിൽക്കുന്നത് അവിടെ. ഈ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളെല്ലാവരും ഗോപികമാരായിട്ട് മാറും. എന്നിട്ട് കണ്ണനും രാധയും ഈ ഗോപികമാരൊക്കെ കൂടിയിട്ട് നൃത്തവും പാട്ടും ഒക്കെ ആയിട്ട് രാസക്രീഡകൾ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അവിടുത്തെ വിശ്വാസം. ഒരിക്കൽ ഒരാൾ ഇതുപോലെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞിരുന്ന് എന്താണ് ഉണ്ടാവണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അയാൾക്ക് കാഴ്ച നഷ്ടമായി. അങ്ങനെയുള്ള ഓരോ വിശ്വാസങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും കണ്ണനും രാധയും രാസക്രീഡ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അത് നമ്മൾ കാണാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് അവിടെയുള്ള വൃന്ദാവനത്തിലുള്ള ആൾക്കാർക്ക്. അതുമാത്രമല്ല, വൃന്ദാവനത്തിലുള്ള ഒരു അമ്പലത്തിൽ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ണന് രാധയ്ക്കും വേണ്ടിയിട്ടുള്ള മെത്തയൊക്കെ ഒരുക്കി വയ്ക്കും. ആ മെത്തേൻ്റെ അടുത്ത് കുറേ ഫലങ്ങളും പുഷ്പങ്ങളും നല്ല സുഗന്ധമുള്ള ദ്രവ്യങ്ങളൊക്കെ വയ്ക്കും. കാരണം അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ കണ്ണനും രാധയും വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസം. പിന്നെ രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തയൊക്കെ അലങ്കോലമായി കിടക്കുന്നുണ്ടാവും. ഈ ഫലങ്ങളൊക്കെ കുറച്ചൊക്കെ ഭക്ഷിച്ച രീതിയിലായിരിക്കും. പുഷ്പങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെതറി കിടക്കുന്നുണ്ടാവും എന്നാണ് അവരവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് വൃന്ദാവനത്തിൽ. നമ്മൾ വിചാരിക്കും പോലെ കൃഷ്ണനും രാധയും ഈ ഭൂലോകം വിട്ടു പോയി എന്നല്ല, അവരിപ്പോഴും ആ വൃന്ദാവനത്തിലുണ്ട്. പല പല കാര്യങ്ങളും ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല അത്ഭുതങ്ങളും ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാധാറാണീൻ്റെ വേറൊരു കരുണേൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു വയസ്സായ ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ഭയങ്കര ഭക്തിയുള്ള ആളായിരുന്നു. കണ്ണന് രാധയെന്ന് വെച്ചാൽ ഭയങ്കര ഭക്തിയായിരുന്നു. എപ്പോഴും ഏതു നേരം ഇങ്ങനെ കണ്ണൻ്റെയും രാധേൻ്റെയും ഗീതങ്ങളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കണ്ണ് കാണില്ലായിരുന്നു. ഈ ഗീതം കേട്ട് രാധാറാണിക്കായാലും കണ്ണനായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഗീതം കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഒരിക്കൽ കണ്ണൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര
ഭക്തിയിൽ മുഴുകി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണൻ വന്നപ്പോൾ കണ്ണൻ പറഞ്ഞു, ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആണോ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, രാധാറാണിയും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കണ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ രാധാറാണി ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, അതെന്താ, അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാധാറാണി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ കാഴ്ച കിട്ടുമായിരുന്നു. രാധാറാണി ഇവിടെ വന്നിട്ടില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അന്ധനായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന്. ആ സമയത്താണ് രാധാറാണി അവിടെ പ്രത്യക്ഷപ്പെടുന്നതും ആൾക്ക് കണ്ണ് കാണാൻ പറ്റും. അങ്ങനെ കണ്ണനെയും രാധാറാണീനെയും കാണും. എന്നിട്ട് കുറേ ഗീതങ്ങളൊക്കെ പാടും. എന്നിട്ട് അദ്ദേഹം പറയും, ഇനി എനിക്ക് വീണ്ടും എന്നെ അന്ധനാക്കൂ എന്നാണ് പറയണത്. കാരണം ഏറ്റവും വിശിഷ്ടമായ 2 ആൾക്കാരെ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിനേക്കാൾ വിശിഷ്ടമായ ഒന്നും എനിക്ക് ഇനി കാണാനില്ല. അതുകൊണ്ട് എനിക്ക് ഇനിയും അന്ധത തന്നോളൂ, എനിക്ക് ഇനി ഒന്നും കാണണ്ട. നിങ്ങളെ കണ്ടു, ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്, അത് മതി, അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും അന്ധത സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ രാധാറാണീൻ്റെ കരുണ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. രാധാറാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാത്സല്യമാണ്. കണ്ണെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കളിപ്പിക്കും. കുറച്ച് പാഠം പഠിച്ചിട്ട് ഞാൻ നന്നാക്കുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് കണ്ണനെ. പക്ഷേ രാധാറാണിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചിന്തയല്ല. എന്നെ വിളിച്ചോ, ഞാൻ വന്നിരിക്കും, രക്ഷിച്ചിരിക്കും എന്നാണ് രാധാറാണീൻ്റെ ഒരു നിലപാട്. അങ്ങനെയാണ്. പിന്നെ രാധാറാണീൻ്റെ പാദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ രാധാറാണീൻ്റെ പാദങ്ങൾ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അത് എപ്പോഴും ഇങ്ങനെ മൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. രാധാറാണീൻ്റെ ആ ഇട്ടിരിക്കുന്ന ലെഹങ്ക കൊണ്ട് അത് മൂടിയിട്ടായിരിക്കും ഉണ്ടാവുക ആ പാദങ്ങൾ. കാരണം ഇതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് കണ്ണനും രാധയും ഇങ്ങനെ രാസക്രീഡയൊക്കെ നടത്തി ഇങ്ങനെ നടക്കുന്ന സമയത്ത് രാധാറാണീൻ്റെ കാലമേ മൊത്തം മണ്ണായിരുന്നു. ചെളിയും മണ്ണൊക്കെ പുരണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറയും, ഞാൻ കഴുകി തരാമെന്ന് പറയും. അപ്പോൾ രാധാറാണി പറയും, വേണ്ട എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നിൻ്റെ പാദങ്ങൾ ഞാൻ കഴുകാൻ നീ സമ്മതിക്കാത്തതെന്ന് ചോദിക്കും. അപ്പോൾ രാധാറാണി പറയും, എൻ്റെ പാദങ്ങളിൽ ഒരിക്കൽ അഭയം തേടിയ ആൾക്കാരെ ഞാൻ ഒരിക്കലും എന്നിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാധാറാണീനെ ഒരിക്കൽ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ രാധാറാണി ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും രാധാറാണീൻ്റെ പാദങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റാത്തത്. അത് ആ രീതിയിൽ ആ ലെഹങ്ക കൊണ്ട് അത് മൂടിയിട്ടുണ്ടാവും. പക്ഷേ ചില വിശേഷ ദിവസങ്ങളിൽ, രാധാഷ്ടമിക്കും പിന്നെ അങ്ങനെ ഏതൊക്കെ ദിവസങ്ങളിൽ അത് നമുക്ക് ദർശിക്കാൻ പറ്റും. ആ രാധാറാണീൻ്റെ പാദങ്ങൾ നമ്മൾക്ക് ദർശിക്കാൻ പറ്റും. അത്രയും ശ്രേഷ്ഠമാണ് രാധാറാണീൻ്റെ പാദങ്ങൾ എന്ന് പറയുന്നത്. രാധാറാണി എന്ന് പറഞ്ഞതും അങ്ങനെയാണ്. പിന്നെ വൃന്ദാവനത്തിലുള്ള ആൾക്കാരായാലും ശരി, അവരൊരിക്കലും അവിടെ കൃഷ്ണ കൃഷ്ണ എന്ന് പറയത്തില്ല. നമ്മൾ ഇവിടെയുള്ള നമ്മൾക്ക് പറയും, അയ്യോ എൻ്റെ കൃഷ്ണ, അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയും. പക്ഷേ വൃന്ദാവനത്തിലുള്ളവർ ഒരിക്കലും കൃഷ്ണ എന്ന് പറയില്ല. അവർ പറയുന്നത് രാധാ രാധ എന്നാണ്. അവരാരെങ്കിലും കണ്ടാലും രാധാ രാധ എന്ന് പറയുക. പോകുമ്പോഴും യാത്ര പറയുമ്പോഴും രാധാ രാധ എന്ന് പറയുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏത് നേരം അവർ രാധാ രാധ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതെന്തിനു കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ രാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രാധാറാണി പെട്ടെന്ന് എത്തും. കാരണം രാധാറാണീനെ വിളിച്ച രാധാറാണി പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ രാധാറാണി പെട്ടെന്ന് എത്തും. അവിടെ കണ്ണനും പെട്ടെന്ന് എത്തും. കാരണം എന്താ വെച്ചാൽ കണ്ണന് രാധാറാണീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാധേൻ്റെ പേര് കേട്ട് അപ്പോൾ അവിടെ കണ്ണുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഒരു പേരോണ്ട് 2 പേരെ വിളിച്ചു വരുത്താൻ പറ്റും. പിന്നെ നമ്മൾ അഥവാ കൃഷ്ണ എന്ന് വിളിച്ചാലോ, കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് രാധാറാണി പെട്ടെന്ന് എത്തും. കാരണം രാധാറാണി അപ്പോഴും കൃഷ്ണ എന്ന് വിളിച്ചാലും രാധാറാണിക്ക് കണ്ണൻ എന്ന് വെച്ചാൽ ഭയങ്കര പ്രിയമായത് കൊണ്ട് ആ പേര് എവിടെ ഉണ്ടോ രാധാറാണി അവിടെ പെട്ടെന്ന് എത്തും. പക്ഷെ കണ്ണൻ അവിടെ പെട്ടെന്ന് എത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൻ ഒരു കുറുമ്പനാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ മൂപ്പര വിളിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര ഒന്നിട്ടിട്ട് കളിപ്പിച്ചിട്ടൊക്കെ വരുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരാൾ എത്തണുള്ളൂ, രാധാറാണി മാത്രമേ എത്തണുള്ളൂ കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ. കണ്ണൻ കുറച്ച് വൈകിട്ട് എത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും വൃന്ദാവനത്തിലുള്ള എല്ലാവരും രാധാ രാധ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രാധ എന്നുള്ള പേരിന് അത്രയും മഹത്വമുണ്ട്. ഒരു പേരുകൊണ്ട് 2 പേരെ നമ്മൾക്ക് വിളിച്ചു വരുത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ രാധാറാണീൻ്റെ കഥ. പിന്നെയും കുറേ കഥകളുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഓർമ്മ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നെ പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ രാധാറാണീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു വിശേഷപ്പെട്ട ഒരാളാണ്. നമ്മുടെ കണ്ണന് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് രാധാറാണി എന്ന് പറയുന്നത്.
രാധാറാണീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കണ്ണനിലോട്ട് എത്താനുള്ള ഒരു മാർഗം കൂടിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ ഈ പേര് വിളിക്കുമ്പോൾ 2 പേര് എത്തുമെന്ന് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണിലോട്ട് നമ്മൾക്ക് പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാധാറാണീനെ വിളിച്ചാൽ മതി. രാധാറാണി പെട്ടെന്ന് എത്തിച്ചേരും. കാരണം എന്ന് വെച്ചാൽ രാധാറാണിക്ക് അത്രയും വാത്സല്യം കരുണയുള്ള ഒരാളാണ്. അതുകൊണ്ട് രാധാറാണി ആ വഴിയിലോട്ട് നമ്മളെ പെട്ടെന്ന് എത്തിക്കും. ഈ അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വൃന്ദാവനത്തിൽ എത്തുക തന്നെ വേണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു പോസിറ്റീവായ എനർജി ഉണ്ട് അവിടെ എന്നുള്ളത്. രാധേൻ്റെയും കൃഷ്ണൻ്റെയും നമ്മൾക്ക് അനുഭവപ്പെടാൻ പറ്റും. അവരുടെ ആ ഒരു പ്രസൻസ് നമ്മൾക്ക് അവിടെ അനുഭവപ്പെടാൻ പറ്റും. ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ടില്ല കേട്ടോ, പക്ഷെ വൃന്ദാവനത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലാവും അവരവിടെ ഉണ്ട് എന്നുള്ളത്. ആ കഥകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾക്ക് മനസ്സിലാവും അവരവിടെ എപ്പോഴും ഉണ്ട്. കണ്ണനും രാധയും ഗോപികമാരൊക്കെ ഇപ്പോഴും വൃന്ദാവനത്തിലുണ്ട്. അത് നമ്മൾക്ക് ആ വീഡിയോസും ആ ഒരു കഥകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനും അവിടെ ഇത് പോയിട്ടില്ല. എൻ്റെ കണ്ണൻ അനുഗ്രഹിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റട്ടെ അവിടേക്ക്. എന്നിട്ട് അതൊക്കെ അനുഭവിച്ച് ആനന്ദിക്കാൻ പറ്റട്ടെ. പിന്നെ വൃന്ദാവനത്തിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു മൺതരി പോലും കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു മൺതരി പോലും ഗോപികമാരാണ് എന്നാണ് പറയണത്. അപ്പോൾ അവരെ അവിടുന്ന് നമ്മൾ കണ്ണിൻ്റെ സ്ഥലത്ത് നിന്ന് പിരിക്കാൻ പാടില്ല. ഇപ്പോഴും ഗോകുലത്തിൽ ഒരു രമൻ രതി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ എല്ലാവരും മണ്ണിൽ കിടന്ന് ഉരുളും. പക്ഷേ മണ്ണ് അവരെ മേത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. മണ്ണൊക്കെ അവരെ മേത്തിന് ഊരിപ്പോകും. കാരണം ഒരു മൺതരി പോലും കണ്ണനെ വിട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വൃന്ദാവനത്തിൽ പോയാൽ ഒരു സാധനം പോലും, മൺതരി ആയാലും ശരി, എന്തെങ്കിലും ചെടികളായാലും ശരി, ഒന്നും അവിടുന്ന് പറിച്ചു കൊണ്ടുവരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ കണ്ണൻ്റെ ആ സ്ഥലത്ത് നിൽക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അവർക്കും ജീവനുണ്ട്. അവർക്കൊക്കെ കണ്ണൻ്റെ ആ സ്ഥലത്ത് നിന്ന് പിരിയാൻ അവർക്കൊന്നും ആഗ്രഹമില്ല. നമ്മൾക്കതിൽ അങ്ങനെ തന്നെയല്ല ഉണ്ടാവുക. നമ്മുടെ കണ്ണൻ്റെ അടുത്തോട്ട് എത്തി നമ്മൾക്ക് കണ്ണിൽ നിന്ന് പിരിയാൻ ആഗ്രഹം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവർക്കും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കണ്ണനിൽ നിന്ന് ഇവരാരെയും വൃന്ദാവനത്തിലുള്ള ഒന്നിനെയും പിരിക്കാൻ പാടില്ല. കണ്ണനിൽ നിന്നും രാധാദേവിയിൽ നിന്നും നമ്മൾ ഇവരാരെയും പിരിക്കരുത്. അവരൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. അവരുടെ ഭാഗ്യമാണ് അവർക്ക് അവിടെ ഒരു മൺതരിയായിട്ടെങ്കിലും ജനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗ്യമാണ്. നമ്മൾക്കൊന്നും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് അവർക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൃന്ദാവനത്തിൽ പോകുന്നവരാരും ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. അത് ശരിയല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുമുണ്ട്. അതുകൊണ്ടാണ് ആ മണ്ണിൽ കിടന്ന് ഉരുളുമ്പോഴും ഒരു മൺതരി പോലും ആൾക്കാരുടെ മേത്തൊന്നും ഒട്ടിപ്പിടിക്കാത്തത്. അപ്പോൾ ഇനി നമ്മുടെ കണ്ണനും രാധാദേവിയും അനുഗ്രഹിച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും, എൻ്റെ എല്ലാ ഗോപികോപമാർക്കും വൃന്ദാവനത്തിലൊക്കെ പോയി കണ്ണൻ്റെയും രാധാറാണീൻ്റെയും അവിടുത്തെ ഉള്ള ആ പ്രസൻസ്, അവരവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രസൻസ്, ആ പോസിറ്റീവ് എനർജി ഒക്കെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.